ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂൺ മാസം 18-ാം തീയതി മിഥുനമാസം 4-ാം തീയതി ബുധനാഴ്ച, സമയം രാവിലെ 6 മണി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ വലിയ രീതിയിൽ ഉയരുമെന്ന് പ്രതീക്ഷിച്ച സ്വർണ്ണവില താഴേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വൻ കുതിച്ചാട്ടം നടത്തി 74,000 രൂപ പിന്നിട്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ എത്തിയ സ്വർണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1000 രൂപയോളമാണ് ഒരു പവന് തകർച്ച നേരിട്ടത്. ഇപ്പോൾ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 73,600 രൂപയും ഗ്രാമിന് 9,200 രൂപയുമാണ് സ്വർണ്ണവില. ഉയർന്ന വിലയുടെ ലാഭമെടുക്കാനായി നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിച്ചതും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ മുഖേന അമേരിക്കയെ അറിയിച്ചതും സ്വർണ്ണവില കുറയാനുള്ള കാരണങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നലെ രാവിലെ $3,391 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും നേരിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,386. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 10,036 രൂപ, ഒരു പവൻ 80,290 രൂപ. 18 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,527 രൂപ, ഒരു പവൻ 60,218 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,200 രൂപ, ഒരു പവൻ 73,600 രൂപ. കേരളത്തിൽ ഇന്ന് വെള്ളിവില 1 ഗ്രാം 118 രൂപ, 1 കിലോ 1,18,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്